സുമാരി, എടീ സുമാരി, വിളിച്ചോ? മേലാൽ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു ഇവനോടൊന്ന് പറഞ്ഞാട്ടെ. ഞാനോ? നീ പെറ്റ തള്ളയല്ലേ, പറഞ്ഞാലെന്താ? എപ്പോഴും ഇങ്ങനെ പാമ്പ് എത്ത പാമ്പാട്ടിയെ പോലെ ഇവനൊരു ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ എവിടെ പോണാച്ചാ? എസ്റ്റേറ്റിലും പാടത്തും ഒക്കെ പോയി പണിയെടുപ്പിക്കുകയും എടുക്കുകയും വേണം. ആ ശ്രീധരനെ കണ്ടുപഠിക്കടാ. അവനെ പോലെ തന്നെ നിനക്ക് നിലമ്പുരയുടെ ഒക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ നീ? ഞാൻ ഇനി അങ്ങോട്ടുമില്ല. എന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് എനിക്ക് തന്നെ ബോധ്യമായി. ഇവൻ പറഞ്ഞതേ സത്യമാണി സുമാരി. ബിസിനസിന് പോയി, എന്നിട്ടോ ഞാൻ കൊടുത്തതും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതും എല്ലാം കളഞ്ഞു കുളിച്ചിട്ട് എടുത്താ പൊങ്ങാത്തൊരു കടവുമായി അങ്ങനെ വന്നിരിക്കുകയാണ്. സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും പോലും കൂട്ടത്തിൽ താമസിപ്പിക്കാൻ കഴിയാത്ത ഏപ്രിൽ. അത് അവളുടെ ഉച്ചവാ. അച്ഛൻ വന്ന് വിളിച്ചവനെ അവളെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയതെന്തിന്? എങ്ങനെ പോവാതിരിക്കൂടി? എത്ര പവന്റെ സ്വർണം ഉണ്ടായിരുന്നു അവക്ക്? താൽമാല വരെ ഇവൻ വിറ്റ് നിന്നില്ലേ? ഇനി ഇവിടെ നിർത്തിയ ആ പെണ്ണിനെ കൂടെ ഇവൻ വിൽക്കുമെന്ന് തോന്നി. അതുകൊണ്ടാണ് തന്ത വന്ന് കൂട്ടിക്കൊണ്ടുപോയത്. കുറ്റമാണോടി? എന്തായി, വളം കിട്ടിയോ ശ്രീധര? കിട്ടിയമ്മാവ, വീട്ടിലിറക്കി വെച്ചിട്ടുണ്ട്. മറ്റു വളങ്ങളെല്ലാം മായമാണെന്നാ ആളുകൾ പറയുന്നത്. മനുഷ്യൻ തന്നെ മായമല്ലേ? പുറത്ത് കാണുന്നതാണോ അകത്ത്? ഇതേ ഇരിക്കുന്ന വേറൊരു മായം. ഇവിടെ ഒന്ന് ഇരിക്കാൻ കൂടെ സമ്മതിക്കില്ലേ? ഞാൻ പോയേക്കാം. വേണു, പോടാ. അവൻ പോയിട്ട് വരൂടി. ഇവിടെ നിന്ന് പോയാ വേറൊരു സ്ഥലത്ത് നിന്നിരിക്കും, അത്ര തന്നെ. വഴക്ക് പറയല്ലേ മാവ, പുള്ളിക്കാരൻ ആകെ വിഷമിച്ച് നിൽക്കുക. വിഷമിക്കണമല്ലോ. കച്ചവടത്തിന് കൊള്ളാത്തവൻ കച്ചവടത്തിന് പോയാൽ കടം കൊണ്ട് കിറുക്ക് പിടിക്കും. കടത്തിന്റെ കാര്യത്തിലുള്ള ബുദ്ധിമുട്ട് സാരമില്ല മാവ. ഭാര്യയും കുഞ്ഞിനെയും കാണാത്തതാണ് പുള്ളിക്കാരന്റെ ഏറ്റവും വലിയ ദുഃഖം. അത് എന്നോട് എപ്പോഴും പറയാറുണ്ട്. ഇങ്ങനെയുള്ള കടം കൊടുത്തു തീർക്കണം. കുഞ്ഞിനെ ഓർത്ത് തൂങ്ങി ഇരുന്ന് പോകത്തേ ഉള്ളൂ. പറഞ്ഞിട്ടെന്ത് കാര്യം? നീ പോയി കാപ്പി കുടിക്കും. അമ്മാവൻ കുടിച്ചോ? നീ കുടിക്കേ. ഞാൻ ആ തഹസിൽദാരൊന്ന് കണ്ടു ഒരു കല്ലിടിക്കണം. നാളെ ഏതെങ്കിലും പ്രശ്നം വന്നാ ശല്യമായിരിക്കും. അല്പം വെയില് കൊണ്ടെന്ന് വെച്ച് ഞാൻ ഉരുകി പോകത്തൊന്നുമില്ലടി. നീ അവനെ കൂട്ടിക്കൊണ്ടുപോയി കാപ്പി കൊടുക്ക്. പോന്നാ. ഞാൻ വീട്ടിൽ ചെന്ന് ഈ വേഷം മാറി അല്പം ദ്രവ്യം എടുത്തോണ്ട് വരാം. നീ ഇവിടെ വിളിച്ചു തന്നാ മതി. വേഗം പറഞ്ഞേ. രക്ഷപ്പെട്ടു. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? അമ്മ കണ്ടോ? ഹേയ്, അമ്മാവനോ? മൂപ്പിലാൻ കാല് മാറുന്നു. കാല് മാറുന്നു? ഓ, കണ്ണടയുടെ കാലൊടിഞ്ഞ് അത് മാറുന്നു. പക്ഷെ എന്നെങ്കിലും അമ്മയുടെ അമ്മാവന്റെ മുമ്പിൽ ഞാൻ പെടും. അതോടെ എന്റെ ആപ്പീസും പൂട്ടും. നിനക്ക് അവിടെ എവിടെയെങ്കിലും നിന്നാ പോരായിരുന്നോ? ഇനി നിന്നെ കൊണ്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത പരിപാടി എന്താ അതൊന്നറിഞ്ഞാ കൊള്ളാം. ഇന്നലത്തെ പോലെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കാനാണ് ഞാനില്ല. കാണുന്നിടത്തൊക്കെ കയറി മുട്ടും. തട്ട് കിട്ടുന്ന എനിക്ക്. ഒന്ന് നിർത്തടാ. അമ്മ ഇപ്പൊ 100 കൂട്ടം ജോലിയായിട്ട് വരും. അതിനുമ്പോ വിളിച്ചാരണം. അങ്ങനെ അങ്ങ് തിടുക്കം കൂട്ടിയല്ലോ. ഇങ്ങോട്ട് മാറിയില്ല. ഞാനും ഒന്ന് വിനുങ്ങട്ടെ. കൂട്ടത്തിൽ നടക്കുന്നോണ്ട് ഗുണമോ ഇല്ല. എന്നാത്തല്ലേ മണമെങ്കിലും ഇരുന്നോട്ടെ. അച്ഛനെ സത്യം പറയണം, ഇപ്പൊ എന്റെ മണത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നു. എനിക്കെങ്ങും വേണ്ട. അതിനുവേണ്ടി എത്രയോ പേര് കൊതിച്ചു കിടക്കുന്നു. അവർക്കൂടെ ദൈവമേ. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ. ഇനി എങ്ങോട്ടാ? ഞാൻ ഒന്ന് വെളിയിൽ പോയിട്ട് വേഗം വന്നേക്കാമേ. വെളിയിൽ നിന്നല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇനി പോയാ പാതിരാത്രി കഴിയാതെ നീ തിരിച്ചു വരുവോ? എന്തെല്ലാം ജോലി കിടക്കുന്നു. എസ്റ്റേറ്റിൽ പോണം, ബാങ്കിൽ പോണം, പിന്നെ ആ കളക്ടറെ ഒന്ന് കാണണം. അങ്ങനെ അതിനല്ലേ അമ്മയുള്ളത്. സഹായത്തിന് അമ്മാവനും ഇല്ലേ? അതേതായാലും നന്നായി മോഹൻ. നിന്റെ അച്ഛൻ നിനക്ക് സമ്പാദിച്ചു തന്നിരിക്കുന്ന സ്വത്ത് നോക്കി നടത്തുന്നത് നീയല്ലേ, ഞങ്ങളാണോ? അമ്മാവന് പിന്നെ എന്താ ജോലി? കല്യാണം പോലും കഴിച്ചിട്ടില്ല. അതിന് പകരം നിന്റെ സ്വത്ത് നോക്കി നടന്നാ മതിയോ? ഏതായാലും ഞങ്ങളെ സഹായിക്കാനല്ലേ അമ്മാവൻ ഇവിടെ താമസിക്കുന്നത്. ചുമ്മാ സഹായിച്ചേട്ടമ്മാവാ. എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ വിചാരിക്കുന്നേ നടക്കൂ. അവന്റെ അച്ഛന്റെ അതേ സ്വഭാവം. നേരാ.
വളരെയേറെ സ്വത്തും അതിലേറെ സ്വഭാവദോഷം ഉണ്ടായിരുന്ന ആളായിരുന്നില്ലേ അവന്റെ അച്ഛൻ? കുട്ടിക്കാലം മുതലേ അതൊക്കെ കണ്ടല്ലേ അവനും വളർന്നത്. ഇവനെ ഇനി എങ്ങനെയാ ചേട്ടാ നേരെ കൊണ്ടുവരിക? പിഴച്ചവനെ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണമെന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ഇവനെ കിട്ടാൻ പെണ്ണിനെ കിട്ടുമോ? അറിയാവുന്നവരാരെങ്കിലും പെണ്ണ് തരുമോ? മോഹൻ പോയില്ലേ ഇതുവരെ? ഇവനെന്തിനാ ഹോൺ അടിക്കുന്നത്? ഞാൻ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണേ. നീ എന്തിനാ ഇതിനകത്ത് കയറിയിരുന്നേ? ഇറങ്ങാൻ വേണ്ടി കയറിയതാണേ. ഡേഞ്ചറസ് ഹൗസ്. നീ ഉത്തമനാ ചേട്ടാ അവനെ വഷളാക്കുന്നത്. അയ്യോ, ദൈവദോഷം പറയല്ലേ. ഉത്തമം വിചാരിച്ചാൽ വല്ലതും നടക്കുവോ? നമ്മുടെ മോഹൻ എന്ന് പറയുന്നത് ദുർഗുണങ്ങളുടെ ഒരു സർവകലാശാലയാ. അന്തോണി ചേട്ടാ, ഷീറ്റ് എത്രയുണ്ട്? 54 ഉണ്ട് കുഞ്ഞെ. വൈകുന്നേരം സഹകരണ സംഘം ഓഫീസിലേക്ക് കൊടുത്തേക്ക്. ശരി കുഞ്ഞെ. വളം എടുത്തു വെച്ച കുഞ്ഞുണ്ണി? എടുത്തു വെച്ചു. അടുക്കളയുടെ മൂലം പെരിച്ചാഴി മന്തി ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്. അത് ആള് താമസം ഇല്ലാത്തോണ്ടാവും. ഏതായാലും കുറച്ച് കല്ല് വാരിയിട്ടും തല്ലി നിർത്തിയേക്ക്. താക്കോൽ ആരുടെ കൊടുക്കണം? പണി കഴിഞ്ഞ് പൂട്ടി അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക്. ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാറേ? അവൻ നിങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ മറ്റോ ചെയ്തോ? ദേഹോപദ്രവൊന്നും ഏൽപ്പിച്ചില്ല. ഞങ്ങളുടെ കുരങ്ങനെ എടുത്തോണ്ട് പോയി. ഇവൻ എന്തിനാ ഈ കുരങ്ങ്? ചേട്ടൻ അത് എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ചെറിയ കുരങ്ങനെ കണ്ടപ്പോ വലിയ കുരങ്ങ് എടുത്തോണ്ട് പോയതായിരിക്കും. അതോ ഇനി കുരങ്ങുകളി തുടങ്ങാനും ഭാവമുണ്ടോ? ഇതുവരെ മറ്റുള്ളവരെ കുരങ്ങ് കളിപ്പിക്കായിരുന്നല്ലോ. ഇനിയിപ്പോ കുരങ്ങിനെ തന്നെ കളിപ്പിച്ചേക്കാനായിരിക്കും. അവൻ അതിനെ കൊണ്ടുവന്ന് കൊന്നു കളഞ്ഞിരിക്കുമെന്നാണ് എന്റെ പേടി. അയ്യോ, അങ്ങനെ പറയല്ലേ. കുരങ്ങിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ കൊന്നേക്കാൻ പറയണം. ഇത് ഞങ്ങളോട് പറഞ്ഞിരിക്കട്ടെ, അവനോട് ഏതായാലും പറയണ്ട. പറഞ്ഞാൽ അവൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. 2 വർഷം കഷ്ടപ്പെട്ട അതിനെ പണിയൊക്കെ പഠിപ്പിച്ചത്. അത് പോയാ ഞങ്ങളുടെ വയറ്റിപ്പഴുപ്പ് മുട്ടിപ്പോവും. ദേ വരുന്നുണ്ട്. അവന്റെ ഈ അങ്കലാപ്പ് വണ്ടി എടുത്ത് ആദ്യം കത്തിക്കണം. താനെന്തിനാ ഇവിടെ വന്ന്? എന്തിനാണെന്നോ? നീ എന്തിനാ അവന്റെ കുരങ്ങനെ എടുത്തോണ്ട് പോയത്? അതമ്മേ, കാറ്റ് വളരേണ്ട മിണ്ടാപ്രാണിയെ ഇവൻ തുടലിട്ട് പൂട്ടിക്കൊണ്ടായിരുന്നു ഉപദ്രവിക്കായിരുന്നു. ഞാൻ അതിനെ കാട്ടിക്കൊണ്ട് അയച്ചു വിട്ടു. ചതിച്ചോ ദൈവമേ, ഏത് കാട്ടിലാ വിട്ടത്? ഈ ചുറ്റുവട്ടത്തൊക്കെ കാണുന്നുണ്ട്. പേര് വിളിച്ചാൽ തന്റെ കുരങ്ങ് വരുവോളൂ? വരും സാറേ. എന്നാ പോയി വിളിച്ചെടുത്ത്. അയ്യോ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലൂടാ മോനെ. നല്ലതൊന്നൊരു വാക്ക് ആരെ കൊണ്ട് പറയിക്കില്ല എന്ന് വാശിയാണല്ലേ? വിശക്കുന്നു, വല്ല ഉണ്ടായിത്താ. ഭാനു, ഏതായാലും ഒരു ഗുണമുണ്ട്. മോഹനെ കുറിച്ച് എവിടെ ചെന്ന് ആരോട് അന്വേഷിച്ചാലും ഒറ്റ അഭിപ്രായമേ പറയൂ. രണ്ടാമതൊന്നുമില്ല. കടപ്പുറത്ത് നിന്ന് അവന്റെ പേരെന്ന് പറഞ്ഞു നോക്കിയേ. കടലിന്റെ തിരകൾ ചീന്നും പറഞ്ഞ് ചീറ്റിക്കൊണ്ടുവരും. അതാണ് സ്ഥിതി. മേരിക്കുട്ടിയെ, മോളെ മേരിക്കുട്ടി, മണി 8 കഴിഞ്ഞ് നീ ചന്തേ പോകുന്നില്ലേ? ഞാൻ പോവാപ്പാ. ഇതാ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്. കടലെണ്ണ വാങ്ങിച്ചാൽ മതി. പലചരക്കടയിൽ ബാക്കി കൊടുക്കണ്ടപ്പാ. അത് ഞാൻ വൈകിട്ട് അതുവഴി ചെല്ലുമ്പോൾ കൊടുത്തേക്കാന്ന് പറ. വേഗം പോ. അച്ഛനെ, മേരിക്കുട്ടി വരുന്നുണ്ട്.